ഈ കിരൺ റിച്ചുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് പറയുന്നത് ഈ മുനമ്പം വിഷയം ഇപ്പോൾ വഖഫിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു ഗുണമുണ്ടാവില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്രയും നാൾ BJP നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വഖഫിലോടുകൂടി മുനമ്പം പ്രശ്നം അവസാനിച്ചു എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ആ ജനതയെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അല്ല, അത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ബില്ല് പബ്ലിക് ഡൊമൈനിൽ വന്ന ഘട്ടത്തിലും ആ ബില്ല് ഇതുമായി യാതൊരു തരത്തിലും ബന്ധമുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ബില്ല് പാസ്സാക്കിയതിനു ശേഷവും നിങ്ങൾ ചോദിച്ച ഘട്ടത്തിലും ഈ ബില്ലിൽ ഇവർക്ക് സംരക്ഷണം നൽകുന്നത് ഏത് വകുപ്പുകളാണ്, എങ്ങനെയാണ് സംരക്ഷണം നൽകാൻ കഴിയുക, അത് പൂർണ്ണമായിട്ടും ഇതുമായി ബന്ധമില്ലാത്തതാണ് എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം, അവരുടെ ഒരു അനിശ്ചിതത്വം, അതിനെ മുതലെടുത്താണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ അതിനകത്ത് പെട്ട് പലരും ഇത്തരത്തിലുള്ള ബില്ലിനെ തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുക എന്ന നിലയിലേക്ക് വളരെ കർക്കശമായിട്ടുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്ന അപകടത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് പാസ്സായതിനു ശേഷവും ചില വ്യക്തിത്വങ്ങൾ ഇതിങ്ങനെയാണ്, ഇത് രക്ഷപ്പെടുത്താൻ പോകുന്നു എന്ന രൂപത്തിൽ പ്രചാരവേല നടത്തുകയുണ്ടായി. മുനമ്പൻ നിവാസികൾക്ക്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. അത് കുറച്ച് സങ്കീർണമാണ് ഈ പ്രശ്നമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. അവിടെയുള്ള ബൊണഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ശുപാർശകൾ ആ കമ്മീഷൻ സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അല്ല, കുഞ്ഞാലിക്കുട്ടിക്ക് ആകെ ചെയ്യാവുന്നത്, ഇതിപ്പോൾ വഖഫാണ് എങ്കിൽ അവിടെ ഈ ഭൂമി വിറ്റിട്ടുള്ള അവരെ കൊണ്ട് വേറെ ഭൂമി വഖഫിന് കൊടുത്തിട്ട് അവന് പരിഹാരം കാണാം. അത് അദ്ദേഹം തീരുമാനിച്ച് നടക്കാവുന്ന കാര്യമുള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന അദ്ദേഹം. വഖഫാണെങ്കിൽ ഞങ്ങൾ വേറെ ഭൂമി അവർക്ക് നൽകി ഈ ഭൂമി ഇവർക്ക് വിട്ടുകൊടുക്കും, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. സ്വർണ്ണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ. ചുങ്കത് ജ്വല്ലറി. അനുഭവം, അതാണ് സത്യം.